പാർട്ടിക്കെല്ലാം സില്ലിയാണ്. പാർട്ടി സെക്രട്ടറിക്ക് അതിനപ്പുറത്തേക്കും സില്ലിയാണ് കാര്യങ്ങൾ. പിന്നെ അവിടുത്തെ കൗൺസിലർ വെറും സില്ലിയോടെ സംസാരിച്ചാൽ അത്ഭുതമേ ഇല്ല. അവിടുത്തെ വഞ്ചൂരിലെ കൗൺസിലറായ ഗായത്രി ബാബു, അതായത് അവിടുത്തെ ഏരിയ സെക്രട്ടറിയായ വഞ്ചൂർ ബാബുവിൻ്റെ മകളാണ് അവിടുത്തെ കൗൺസിലർ ഗായത്രി ബാബു. ഗായത്രി ബാബു എന്തായാലും പാർട്ടി സെക്രട്ടറിക്ക് പിന്നാലെ എല്ലാം ന്യായീകരിക്കുന്നു. അതുകൂടി ഒന്ന് കേൾക്കാം. രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നത്, ഒന്ന് മാധ്യമങ്ങളിൽ വന്ന അത്രയും അതൊരു ബലൂൺ ഇഷ്യൂ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ ത്രൂ ഔട്ട് അത് ആരംഭിക്കുന്ന കണ്ടെന്നുള്ള അവസാനം വരെ ആ മുഴുവൻ റോഡിൽ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഒരു ആംബുലൻസ് പോലും തടയാൻ നമ്മൾ സമ്മതിച്ചിട്ടില്ല. ഒരു അത്തരത്തിൽ എന്തൊക്കെയാ ഞാൻ ഞെട്ടിപ്പോയി പത്രം. കാരണം ഞങ്ങള് പോയ വഴി മുഴുവൻ ആംബുലൻസുകൾ ഫുൾ സ്പീഡിൽ പാഞ്ഞു പോവാ. ഒരു സ്ഥലത്ത് പോലും ആംബുലൻസ് ബ്ലോക്ക് ചെയ്യേണ്ടതായോ ഒന്നും വന്നിട്ടില്ല. അപ്പൊ എനിക്കത് മനസ്സിലായില്ല എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ട്, ഈ പറയുന്ന ഈ സ്റ്റേജ് ഉണ്ടായിരുന്ന സ്ഥലം എന്ന് പറയുന്നത് മുഴുവൻ സമയവും വാഹനം ഇങ്ങനെ പോകുന്ന അതൊന്നും ബ്ലോക്ക് ആയാൽ അങ്ങനെ ഒരു സ്ഥലമേ അല്ലത്. അത് ആ വഞ്ചൂർ, അതായത് ഇപ്പൊ പറയുന്ന വഞ്ചൂർ ജംഗ്ഷൻ ആണെങ്കിൽ മനസ്സിലാക്കിയത് വഞ്ചൂർ ജംഗ്ഷൻ അല്ല, ഉപ്പടാമൂട് പാലത്തിന്റെ ജംഗ്ഷനാണോ അതുമല്ല. ഇത് അവിടെ നിന്ന് ഇറങ്ങി, അതായത് വളരെ ചുരുക്കം വക്കീൽ ഓഫീസുകളും വക്കീലന്മാരും മാത്രം കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു റോഡാണത്. അപ്പൊ അവിടെ എങ്ങനെ, എന്നിട്ട് ആ റോഡ് അതൊരു സിംഗിൾ റോഡും അല്ല, അതിനോട് ചേർന്നാണ് മറ്റേ റോഡ്. അതായത് ഒരു വലിയ ഡിവൈഡറും അതിന് രണ്ട് സൈഡ് റോഡ്. പോലീസ് നിന്ന് അതിലെന്തെങ്കിലും തടസ്സം വന്നാൽ ഇപ്പുറത്തെ വഴി റോഡ് വണ്ടി വിടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ ഈ വാർത്ത ആ പരിപാടിയിൽ ഇവര് മൈക്കിൽ കൂടെ മറുപടി പറയുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ഇതിന് വാർത്ത തന്നെ വന്നു എന്ന് ഞാൻ അറിയുന്നത്. അതിന് ഞാൻ അതും എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. പരാതി വരികയോ ആളുകൾ എവിടെങ്കിലും പ്രതികരിച്ച് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി തടസ്സമുണ്ടായി എന്ന് പറയുന്നതായ ഒന്നും കൗൺസിലർ നിലയിൽ ഒരു അത്തരത്തിലൊരു സംഭവമേ ഉണ്ടായിട്ടില്ല.